യൂത്ത് ഫോർ ക്രൈസ്റ്റ്. യൂത്ത് ഫോർ ക്രൈസ്റ്റിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി യുവത്വത്തിൻ്റെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച ഒരു കുടുംബത്തെയാണ് നാം ഇന്ന് യൂത്ത് ഫോർ ക്രൈസ്റ്റിൽ പരിചയപ്പെടുന്നത്. ഉയർന്ന സാഹചര്യങ്ങളും ശമ്പളവും വേണ്ടാന്ന് വെച്ച് വിശ്വാസത്തിനായി കുടുംബം തന്നെ മാറ്റിവെച്ച എറണാകുളം കച്ചേരിപ്പടി സ്വദേശി സിബി മാത്യു ഫാമിലിയാണ് യൂത്ത് ഫോർ ക്രൈസ്റ്റിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത്. മഴവിൽ പ്രഭ ചുരഞ്ഞ് വർണ്ണപ്പുതപ്പും ചൂടി തിളങ്ങി നിൽക്കുന്ന ഭൗതിക വിസ്മയങ്ങളിലേക്ക് കൊതിയോടെ നോക്കി നിൽക്കുന്ന സമൂഹത്തിനിടയിൽ വ്യത്യസ്തരാകുന്ന നവകുടുംബങ്ങളും കുടുംബനാഥന്മാരും നമ്മുടെ ഇടയിലുണ്ട് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് കഴിഞ്ഞ 11 വർഷമായി പഞ്ചാബ് നാഷണൽ ബാങ്ക് സീനിയർ മാനേജർ ആയിരുന്ന എറണാകുളം നിവാസിയായ സിബി മാത്യു. ഭൗതികതയുടെ പ്രലോഭനങ്ങളിൽ മയങ്ങാതെ മുഴുവൻ സമയവും ദൈവത്തിനായി സമർപ്പിച്ച അനുഗ്രഹീത നിമിഷങ്ങളെക്കുറിച്ച്. യൂത്ത് ഫോർ ക്രൈസ്റ്റിലേക്ക് സ്വാഗതം. മാനുഷികമായി ചിന്തിച്ചാൽ വലിയൊരു വിഡിത്തം എന്ന് തോന്നാവുന്ന തീരുമാനം, ഉയർന്ന ജോലി, ഉയർന്ന ശമ്പളം, വലിയൊരു കുടുംബം, ഇതൊക്കെ ഉണ്ടായിട്ടും ഫുൾ ടൈം ദൈവവേല തിരഞ്ഞെടുക്കാനുണ്ടായ പ്രചോദനം എന്താണ്, ഒന്ന് വ്യക്തമാക്കാമോ? ഞാൻ നാളുകൾ യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ക്യാമ്പസുകളിലും എൻ്റെ ജോലിയുടെ സമയത്തും അനേക യുവജനങ്ങളുടെ കൂടെയും അനേകം കുടുംബങ്ങളുടെ കൂടെയും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായ ഒരു സത്യം ഇതാണ്: അനേകം പേര് ഇന്ന് വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്നത്. ഇവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ആരും അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു സമൂഹം, വലിയൊരു യുവജന സമൂഹം, വലിയ കുടുംബങ്ങൾ തന്നെ ഇന്ന് വലിയ അന്ധകാരത്തിലും വലിയ തകർച്ചയിലൂടെ കടന്നു പോവുക. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞ, സത്യം മനസ്സിലാക്കിയ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ സത്യം പകർന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നു. അതിനുശേഷം നാളുകൾ പ്രാർത്ഥിച്ചൊരുങ്ങി. ഏകദേശം 10-15 വർഷത്തോളം പ്രാർത്ഥിച്ചു. അങ്ങനെ കർത്താവിൻ്റെ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയും ഞാൻ വൈകിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ നന്മ സംഭവിക്കുന്ന ഇനിയും ഡിലേഡ് ആവും. അതുപോലെ തന്നെ അത് അനേകം കുടുംബങ്ങളുടെ തകർച്ചയ്ക്കും അനേകം സമൂഹത്തിൻ്റെ തകർച്ചയ്ക്കും കാരണമാവുമെന്ന് മനസ്സിലായി. അങ്ങനെ ആ ഒരു തിരിച്ചറിവിലാണ് എൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യും. സമ്പത്ത് എന്ന് എനിക്ക് ഞാൻ സ്വപ്നം കാണുന്നതിൽ അപ്പുറത്തേക്കുള്ളൊരു സമ്പത്ത് ദൈവം എനിക്ക് തന്നു, നല്ലൊരു ശമ്പളം എനിക്ക് തന്നു. പക്ഷേ അതിലുപരി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവം ഉണ്ടെന്നും അതിലും വലുതാണ് നഷ്ടപ്പെടുന്ന ആത്മാക്കളെന്നും ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന എനിക്ക് തിരിച്ചറിഞ്ഞപ്പോൾ ഈ ചെറിയ കംഫർട്ട് സോണിനെ ഞാൻ ഒഴിവാക്കാനായിട്ടും ക്രിസ്തുവിന് വേണ്ടി അനേകർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാനായി എൻ്റെ ജോലിയെ മാറ്റിവെക്കാനായിട്ടും എൻ്റെ ജോലിയും സമ്പത്തും കുടുംബവും എല്ലാം പരിപാലിക്കുന്ന ഒരു ദൈവം, ഇന്ന് വരെ പരിപാലിച്ച ദൈവം. കാരണം ഞാൻ ഇന്നലകളിൽ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നതാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും ദൈവം മനോഹരമായിട്ട് ക്രമീകരിച്ചു. എക്സ്റ്റേണലായിട്ടുള്ള ആരുടെ ഹെൽപ്പില്ലാതെ ദൈവം മാത്രം ഇടപെട്ട് വലിയ കടബാധയൊക്കെ ദൈവം മാറ്റി. അതോടൊപ്പം വലിയ സമ്പത്തും ദൈവം തന്നു. അതെനിക്കൊരു പാഠമായിരുന്നു. കാരണം ഒന്നുമില്ലായ്മയിൽ ദൈവം ഇത്ര എത്തിച്ച ദൈവത്തിന് നാളെ ഞാൻ എൻ്റെ ഈ സമ്പത്തിനെ ഉപേക്ഷിക്കുമ്പോഴും ദൈവം ഇതിലും മനോഹരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരാൻ കഴിയും എന്നുള്ള വലിയ ഉറച്ച ബോധ്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വന്നത്.
എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തനിക്കുള്ളതെല്ലാം പരിത്യജിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന ദൈവവചനമാണ് സിബി മാത്യുവിനെയും കുടുംബത്തെയും കാണുമ്പോൾ അടുത്തറിയുന്ന ഏതൊരാൾക്കും ഓർമ്മ വരിക. ഓർമ്മ വച്ച നാൾ മുതൽ ദൈവമഹത്വത്തിനായി ജീവിക്കാൻ കുതിച്ച ചുരുക്കം ചില വ്യക്തികളിൽ ഒരാൾ. തൻ്റെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും അനുസൃതമായി ജീവിത പങ്കാളിയെയും ദൈവം ഒപ്പം ചേർത്തപ്പോൾ ആത്മീയതയുടെ സുഗന്ധം കൂടുതൽ ആസ്വദിക്കാൻ ഈ ദമ്പതികൾക്ക് ദൈവം അവസരം നൽകി. പോസ്റ്റ് ഗ്രാജുവേറ്റായ സിബിക്കും CAയും LLBയും കൈമുതലാക്കിയ ഭാര്യ ലിനറ്റിനും ആവശ്യമെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതം കെട്ടിപ്പടുക്കുവാൻ വളരെ എളുപ്പം കഴിയുമായിരുന്നു. എന്നാൽ ഭൗതിക സുഖങ്ങളുടെ പുറകെ പോകാതെ ദൈവേഷ്ടമനുസരിച്ച് 6 കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ആകാനാണ് അവർ ആഗ്രഹിച്ചതും ദൈവം നടപ്പിലാക്കിയതും. ഈ കാലഘട്ടങ്ങളിൽ വലിയൊരു സാക്ഷ്യമാണ്. ഇന്ന് നമുക്ക് സുവിശേഷം പറയുന്ന അനേകർ ലോകത്തിലുണ്ട്. പക്ഷേ സുവിശേഷം ജീവിക്കുന്ന വളരെ വിരളമായിട്ടുള്ള ചില മക്കളിൽ ഒരു വ്യക്തിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, സിബി ഈസ് ദ റോൾ മോഡൽ. സിബിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഒന്ന് വലിയ പ്രാർത്ഥനയുടെ ഒരു മകനാണ്. ഹിസ് സ്ട്രെങ്ത് ഈസ് പ്രയർ, എസ്പെഷ്യലി മധ്യസ്ഥ പ്രാർത്ഥനയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു മകൻ. അതിനുവേണ്ടി ഏത് സ്റ്റെപ്പ് എടുക്കാനും തയ്യാറായി നിൽക്കുന്ന ഒരു മകനാണ്. അതുതന്നെയാണ് സിബിയുടെ സ്ട്രെങ്ത് എന്ന് ഞാൻ പറയുന്നത്. ആൻഡ് ഗോഡ് ഹാസ് ബ്ലെസ്ഡ് ഹിം അബൻഡൻ്റ്ലി. ഇനിയും വലിയ വലിയ കാര്യങ്ങൾ സിബിയിലൂടെ വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് സഭയിൽ കാണാൻ സാധിക്കും. ദൈവജനത്തിന് വലിയൊരു പ്രവാചകനായിട്ട് ദൈവം കർത്താവ് ഈ കാലഘട്ടം സിബിനെ ഉയർത്തുന്നത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ ധീരമായ ഒരു തീരുമാനം എന്ന് പറയാം. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഉത്കണ്ഠയുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ചേട്ടനും കുടുംബവും എടുത്തിരിക്കുന്നത്. വലിയ കുടുംബം, കുട്ടികളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി സ്വപ്നങ്ങളുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എന്നെക്കുറിച്ചും എൻ്റെ മക്കളെക്കുറിച്ചൊക്കെ ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. എൻ്റെ സ്വദേശം വയനാട് ജില്ലയിലാണെന്ന് പറഞ്ഞു. ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എന്നാൽ ചെറുപ്പം മുതൽ തന്നെ വലിയ സ്വപ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് ഞാൻ ദേവഗിരി കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചു. ആ സമയത്താണ് കർത്താവിന് വേണ്ടി കുറച്ചും കൂടെ ഇറങ്ങാനൊക്കെ ആയിട്ട് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ ഡിഗ്രിക്ക് ശേഷം 1 വർഷം മുഴുവൻ സമയവും മാറ്റിവെച്ചു. പഠനം ഡിസ്കണ്ടിന്യൂ ചെയ്ത് 1 വർഷം കർത്താവിന് വേണ്ടി ഒരു തീരുമാനമെടുത്ത് ക്യാമ്പസുകളിലും അനേക ചേരി പ്രദേശങ്ങളിലൊക്കെ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഞാനൊരു തിരിച്ചറിഞ്ഞൊരു സത്യമാണ്, നാളിതുവരെയുള്ള പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴാണ് എൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ പറ്റുക? സ്വപ്നമാണ് എനിക്ക് അച്ചീവ് ചെയ്യണത്. അത് എങ്ങനെ പൂർത്തീകരിക്കപ്പെടും? മനുഷ്യർ പല രീതിയിൽ അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിൻ്റെ പ്രയത്നങ്ങൾ കർത്താവിൽ അർപ്പിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന സ്വപ്നത്തിൻ്റെ 10 മടങ്ങ് ഇന്ന് ദൈവം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്, സാമ്പത്തികമായിട്ടും മറ്റ് മെറ്റീരിയൽ വൈസും ആത്മീയമായിട്ടൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ജീവിതം കർത്താവിന് സമർപ്പിക്കുകയാണ് സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഏറ്റവും നല്ല വഴി. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം ഞാൻ കർത്താവിന് സമർപ്പിക്കുക ചെയ്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ സ്വപ്നം കാണുന്നത് 1 കൊരിന്ത്യർ 2:9 പറയുന്നുണ്ട്, എനിക്ക് സ്വപ്നം കാണാൻ ഒരു പരിധിയുണ്ട്, പരിധിക്കപ്പുറത്തേക്ക് എനിക്ക് കാണാൻ പറ്റില്ല. എന്നാൽ എൻ്റെ ദൈവത്തിന് സ്വന്തം മകനായ എന്നെക്കുറിച്ചുള്ള സ്വപ്നം അതിലും വലുതാണ്. ഈ സ്വപ്നത്തിന് പൂർത്തീകരണം എൻ്റെ ദൈവത്തിൻ്റെ കൂടെ ആകുമ്പോഴേ എനിക്ക് പൂർണ്ണമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെനിക്ക് സന്തോഷം പ്രൊവൈഡ് ചെയ്യും. അത് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം ഞാൻ പൂർണ്ണമായിട്ട് മാറ്റിവെച്ചു. മക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ്. മക്കളെ ഞാൻ ഇന്ന് ശ്രമിക്കുന്നതും ദൈവത്തിൽ വളർത്താനാണ്. അപ്പോൾ ഈ കുറച്ച് നാളുകൾക്കുണ്ട്, ഇപ്പോൾ മൂത്ത ആൾക്ക് 12 വയസ്സേ ഉള്ളൂ. പക്ഷേ ഈ നാളുകൾക്കുള്ളിൽ തന്നെ അവളിൽ ദൈവം ഇടപെടുന്നത് കാണുമ്പോൾ മനസ്സിലാകുകയാണ്, നമ്മളെ സ്വപ്നങ്ങൾ പൂവണിയുകയാണ്. മറ്റാരും വിചാരിക്കുന്നതിലപ്പുറത്തേക്കുള്ള ഒരു വളർച്ച ദൈവം തന്നെ കൊടുക്കുക. കാരണം മക്കളെ ദൈവത്തിന് സമർപ്പിച്ചു, എല്ലാ മക്കളെയും ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു, ജീവിത പങ്കാളിയെ സമർപ്പിച്ചു. നമുക്കുള്ളത് മുഴുവനും ദൈവത്തിൻ്റെതായി വിട്ടുകൊടുക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സ്വപ്നം വരികയാണ്. നമ്മൾക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു മനുഷ്യൻ വിഭാവനം ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള ഒരു സ്വപ്നം മക്കളിലൂടെയും ജീവിത പങ്കാളിയിലൂടെയും സാഹചര്യങ്ങളൊക്കെ നടക്കുന്നത് കാണുമ്പോൾ ഇത് വീണ്ടും ദൈവം റീകൺഫേം ചെയ്യുകയാണ്, ദൈവത്തിൽ സമർപ്പിക്കുകയാണ് ഇത് അച്ചീവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്.
അതാണ് ഇന്നത്തെ യുവ തലമുറയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഇതാണ്, അവർ ലോകത്തിലും ലോകം പഠിപ്പിച്ചു തന്നതനുസരിച്ചും സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സത്യം ഇതാണ്, നിന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുക. അതാണ് മത്തായിയുടെ സുവിശേഷം 6:33 പറയണത്, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക, ദൈവഹിതം നിറവേറ്റുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തെ സന്തോഷിപ്പിക്കും, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം ദൈവം കൂട്ടിച്ചേർക്കും. ഞാൻ അധ്വാനിച്ച് കൂട്ടിച്ചേർക്കാൻ എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടേ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവം കൂട്ടിച്ചേർക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മനസ്സിലായൊരു കാര്യം, ദൈവമാണ് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നത്. നമ്മളെ കഴിഞ്ഞ് വലിയ സ്വപ്നമുള്ള ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ നാം കാണുന്നതിലും 10 ഇരട്ടി സ്വപ്നങ്ങൾ ജീവിതത്തിൽ പൂർത്തീകരിച്ച് തരാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ഇത് വെല്ലുവിളിയല്ല, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വെല്ലുവിളിയല്ല, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിനോട് സഹകരിച്ചു കഴിഞ്ഞാൽ നാം കാണാത്ത തലത്തിൽ ദൈവം എത്തിക്കും. അതുകൊണ്ട് ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഇതാണ്, അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിത്തീരാൻ പറ്റുന്നില്ല. ഈ കുടുംബത്തിലും ജോലി ഇതെല്ലാം ചെയ്ത് എല്ലാ കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അവർ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇതെല്ലാം ഈസി ആയിട്ട് വളരെ ക്ഷണനേരം കൊണ്ട് ദൈവം പൂർത്തീകരിച്ച് തരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഫുൾ ടൈം ജോലിയെല്ലാം ഉപേക്ഷിച്ച് സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം ഈ സുവിശേഷ വേലയ്ക്ക് ഫുൾ ടൈം ഇറങ്ങിത്തിരിക്കാനായിട്ട് ഉണ്ടായത്? എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ എൻ്റെ ഉള്ളിൽ ലോകത്തിൻ്റെ പല പാപങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ, തകർച്ച കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ജോലി കിട്ടുന്ന സമയത്ത്, അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുന്ന സമയത്ത് എനിക്ക് തോന്നി ഇതാണ് സമയം, നമ്മൾ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ ഷാലോമിൽ പോയി ബെന്നി സാറിനെ കാണുകയും ബെന്നി സാറോട് സംസാരിച്ച് മനസ്സിലായി, ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുക്കേണ്ട തീരുമാനമല്ല ഇത്. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി മനുഷ്യൻ കാത്തിരിക്കും. ഇത് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു, പ്രാർത്ഥിച്ച് കാത്തിരുന്നു. അങ്ങനെ കാത്തിരിപ്പിൽ നമ്മുടെ കുടുംബവും ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ഇതിനുവേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഈ നാളുകളിൽ 10-15 വർഷം കൊണ്ട് ദൈവം എന്നെ അനുഭവത്തിലും സ്നേഹത്തിലും എല്ലാം വളർത്തി, ദൈവവിശ്വാസത്തിൽ വളർത്തി. ദൈവത്തിൻ്റെ അനേകം ഇടപെടലുകൾ ഞാൻ കണ്ടു. എൻ്റെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള പല സാഹചര്യവും ദൈവം കൊണ്ടുപോയി. കാരണം ദൈവത്തിന് എന്നെ പഠിപ്പിക്കണമായിരുന്നു ജീവനെക്കുറിച്ച് ഭയപ്പെടേണ്ട. അങ്ങനെ ഒരു 5-6 മാസം മുമ്പ് ഞാനൊരു കിണറിൽ അബദ്ധത്തിൽ വീഴുകയും 10-18 അടി താഴ്ചയുള്ള കിണറിലേക്ക് ഞാൻ വീണു. എനിക്ക് യഥാർത്ഥത്തിൽ നീന്തൽ അറിയത്തില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ചുറ്റുപാടത്ത് ഒരാൾ പോലും സഹായിക്കാനില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത്ഭുതകരമായിട്ട് ദൈവം എന്നെ ഈ 18 അടി താഴ്ചയുള്ള കിണറിൽ നിന്ന് ദൈവം എന്നെ ഉയർത്തിക്കൊണ്ട് വന്നു. അതെനിക്കൊരു കണ്ണു തുറപ്പിക്കുന്നൊരു സംഭവമായിരുന്നു. കാരണം എൻ്റെ ജീവനെ പ്രതി പോലും ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നാളുകളായിട്ട് കാത്തിരുന്ന കാര്യം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദൈവം എന്നെ പഠിപ്പിച്ചു, ഓരോ മേഖലയിലും വളർത്തി. അങ്ങനെ അതിന് ശേഷമാണ് ഇപ്പോൾ ഇത് സമയമായി എന്ന് തോന്നി. കാരണം എന്താണ്, ഇനിയും ഞാൻ വൈകിയാൽ അനേകരുടെ തകർച്ചയ്ക്ക് അത് കാരണമാവും. ലോകത്തിൽ അനേകം തിന്മകൾ പെരുകുന്നു, അനേകം കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, അനേക യുവജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും വൈകിക്കൂടാ എന്നുള്ളൊരു സത്യത്തിൻ്റെ ഒരു തിരിച്ചറിവിൽ വീണ്ടും ദൈവഹിതം ആരായുകയും ഇതാണ് സമയം എന്ന് മനസ്സിലായി. അങ്ങനെയാണ് തീരുമാനമെടുത്തത്. അതുകൊണ്ട് ഇപ്പം എനിക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഞാൻ ഇറങ്ങി മുഴുവൻ സമയം കർത്താവിന് വേണ്ടി ആയിത്തീർന്നപ്പോൾ അനേകരുടെ ജീവിതത്തിൽ അതൊരു മാറ്റം ഉണ്ടായി. അനേകർക്ക് വെല്ലുവിളിയായി, അനേകരെ ക്രിസ്തുവിനെ അറിയാനിടയായി, അനേക കുടുംബങ്ങളിൽ ഒരു മാറ്റത്തിന് ഇത് കാരണമായി. അപ്പം അങ്ങനെ നാളുകളായിട്ടുള്ള ഒരുക്കവും പ്രാർത്ഥനയും ദൈവഹിതത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും ദൈവത്തിൻ്റെ പഠിപ്പീരിൻ്റെ പൂർണ്ണതയിൽ ഇങ്ങനെ ഈ സമയത്ത് ഒരു തീരുമാനമെടുത്തു. രക്ഷ പ്രാപിക്കണമെന്നും പിതാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, എല്ലാ മനുഷ്യരും സത്യമറിയണം, എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ, ഞാൻ ജോലി ചെയ്യുമ്പോൾ അനേകം വ്യക്തികളുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നുണ്ട്. എന്തിന് ദൈവം ഇവരെ കൂട്ടിയോജിപ്പിക്കുന്നു? ഞാൻ സാധാരണ മനുഷ്യനാണെങ്കിൽ എനിക്ക്
എത്തപ്പെടാൻ മുഴുവൻ പറ്റാത്ത സമയവും അനേകം വ്യക്തികളുമായി ദൈവവേലയ്ക്കായി ദൈവം മാറ്റിവെച്ച നടത്തുന്നു. തൻ്റെ ജീവിതത്തിലൂടെ അതിന്റെ വിവാഹത്തിലൂടെ നടക്കാം, പുതുതലമുറയ്ക്ക് ബിസിനസ്സിലൂടെ നടക്കാം, ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കാനും സുവിശേഷം ദൈവമക്കളിൽ ആഴത്തിൽ വേരുറപ്പിക്കാനും സിബി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു. യുവാക്കൾക്ക് നന്മയുടെ പാതയിൽ സഞ്ചരിക്കാനും ആത്മീയ നിർവൃതിയിൽ ലയിക്കാനും ബൈബിളാണ് ഏറ്റവും ഉത്തമ മാർഗമെന്ന് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ യുവാക്കൾക്ക് കാണിച്ചു കൊടുത്തു. ഇവരിൽ തകർന്നു കിടക്കുന്ന ആലയം നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് നീ കാണുന്നത് എപ്പോഴും നിന്റെ ആലയം മാത്രം, നിന്റെ മക്കളുടെ ആലയം, അതിനപ്പുറത്തേക്കൊന്നില്ല. അനേകം ആത്മാക്കൾ സഹോദരങ്ങളെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം ആത്മാക്കൾ ദിനം പ്രതി തകർന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മാവ് കടന്നു വരുന്ന എന്താ? നിന്റെ കണ്ണു തുറപ്പിക്കണം. നിന്റെ സഹോദരൻ സഹോദരി പാപം ചെയ്ത് മരിക്കുകയാണ്. അപ്പോൾ നീ കൈയും കെട്ടി നോക്കിയിരുന്നാൽ നിനക്ക് വലിയ തകർച്ച ഉണ്ടാകും. ഇപ്പോൾ ഫുൾ ടൈം സുവിശേഷ വേലയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ. ഏതിലാണ് കൂടുതലായി കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്? ചാരിറ്റിയിലാണോ അതോ സുവിശേഷ പ്രഘോഷണത്തിലാണോ? എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ശരീരത്തെ നാം ശ്രദ്ധിക്കുന്നതിലും, ശരീരം ക്ഷണികമാണ്, നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മരിച്ചു ഇത് മണ്ണായി തീരും. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ബോധ്യം ഇതാണ്, എൻ്റെ വിളിയെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്: ഈ ശരീരത്തെ കഴിഞ്ഞുപരി നശ്വരമായ ആത്മാവുണ്ട്, അത് മരിക്കുന്നില്ല, അത് എറ്റേണലാണ്. അതുകൊണ്ട് ശരീരത്തെ ശ്രദ്ധിക്കുന്നതിലുപരി, മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്നതിലുപരി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആത്മാവിനാണെന്നുള്ളൊരു വലിയ ബോധ്യം ഉണ്ടായി. മത്തായിയുടെ സുവിശേഷം 16:25 പറയുന്നുണ്ട്, ആത്മാവിന് പകരമായിട്ട് എന്ത് കൊടുക്കാൻ പറ്റും? ലോകത്തിന് മുഴുവൻ സംഭവം കൊടുത്താലും അതിന് പകരാവില്ല. ഈ തിരിച്ചറിവിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടാനായിട്ടുള്ള വലിയൊരു പ്രചോദനം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ആത്മരക്ഷയ്ക്ക് സുവിശേഷം പറയുക, സുവിശേഷം പങ്കുവയ്ക്കുക, സുവിശേഷത്തിലെ ക്രിസ്തുവിലേക്ക് ആളെ കൊണ്ടുവരിക, ഇതാണ് ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് എറണാകുളത്ത് ഒരു ഡിവൈൻ മേഴ്സി ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ഫെലോഷിപ്പുമായിട്ട് ഒരു മിനിസ്ട്രി, ഡിവൈൻ മേഴ്സി മിനിസ്ട്രീസുമായിട്ട് ഞാൻ അവരെ കണ്ടെത്തി എൽവിസ് കൂട്ടൂരാൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന മിനിസ്ട്രിയാണ്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഈ മിനിസ്ട്രിയിൽ ഞാൻ വന്ന് ഇവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ എനിക്ക് ആത്മാക്കളെ നേടാൻ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് അനേക തലങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുന്നു. പ്രത്യേകമായിട്ട് കുടുംബങ്ങളുടെ ഇടയിൽ കുടുംബങ്ങൾക്ക് വേണ്ടി ധ്യാനങ്ങൾ സംഘടിപ്പിക്കുന്നു, ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, അവർക്കുള്ള ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ. അതോടൊപ്പം സഭയുടെ പ്രീമാരിറ്റൽ കോഴ്സുകളിൽ നമ്മൾ കുടുംബത്തെക്കുറിച്ചും റെസ്പോൺസിബിൾ പാരൻറ്ഹുഡിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, ജീവൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, മറ്റ് ക്യാമ്പസുകളിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു, യുവജനങ്ങളുടെ ഇടയിൽ. അങ്ങനെ നമുക്ക് എവിടെയൊക്കെ എത്താൻ പറ്റുമോ ഈ എത്താൻ പറ്റുന്ന മുഴുവൻ സമയങ്ങൾ ശ്രദ്ധിക്കുന്നു. അതോടൊപ്പം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഇവർക്ക് വേണ്ടി ദിനം പ്രതി പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾ, പാപം ചെയ്യുന്ന ജനങ്ങൾ, ഇവരാരും സ്വയമേവ പാപികളായതുകൊണ്ടല്ല, തിന്മ പ്രവർത്തിക്കുന്നവരായതുകൊണ്ടല്ല, മറിച്ച് ഇവരുടെ അവസ്ഥ അങ്ങനെ ആയിത്തീർന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി ദിനം പ്രതി പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ദൈവസന്നിധിയിൽ ചെലവഴിക്കാനൊക്കെ അനേക സമയങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതും ഒരു പ്രത്യേക ഒരു മിനിസ്ട്രിയാണ്. ഇൻ്റർസെഷൻ, അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളൊക്കെ പ്രോഗ്രാമുകളിൽ ഞങ്ങൾ ചെയ്യുക, 1 മാസമൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങും ഈ ആത്മാക്കളുടെ പാപങ്ങൾക്ക് പരിഹാരമായി. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സമൂഹം ഒരുമിച്ച്, ഈ ഫെലോഷിപ്പ് ഒരുമിച്ച് അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി പ്രാർത്ഥിക്കുന്നു, ഉപവാസങ്ങൾ, നോമ്പുകൾ അനുഷ്ഠിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇവരോട് സുവിശേഷം പങ്കുവയ്ക്കുക, ക്രിസ്തുവിനെ പങ്കുവയ്ക്കുക. അങ്ങനെ ഇവരുടെ ആത്മാക്കളെ നേടാനായിട്ട് ഇന്ന് അനേക പ്രവർത്തികൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചെയ്യുന്ന കുടുംബങ്ങൾ ഒരു ഫോക്കസ് ഏരിയ, യുവ കുടുംബങ്ങൾ, തകർച്ച നേരുന്ന യുവ കുടുംബങ്ങളെ കണ്ടെത്തുക. കാരണം ഇന്ന് പലരും ഡൈവോഴ്സിൻ്റെ പക്കത്താണ്, പലരും മക്കളെങ്ങനെ വളർത്തുന്നുള്ള വലിയ പ്രശ്നത്തിലായിരിക്കും. അതിനൊരു സൊല്യൂഷനായിട്ട് അവർക്ക് അവരുടെ കൂടെ ഇരിക്കാനും കൗൺസിലിംഗ് ചെയ്യാനും അവർക്ക് നമ്മൾ അവൈലബിൾ സമയം കൊടുക്കാനൊക്കെ സമയം കണ്ടെത്തുന്നു. നേരത്തെ പറയുകയുണ്ടായല്ലോ, ശരീരത്തിനല്ല ആത്മാവിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന്. ഈ ഒരു അവസരത്തിൽ ബൈബിളിലെ നല്ല സമരിയക്കാരൻ്റെ ഉപമ ഓർത്തു പോവുകയാണ്. നമ്മുടെ ശരീരത്തിൽ ദൈവം വസിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് വിശുദ്ധന്മാർ പറഞ്ഞു, വിശുദ്ധ വിൻസെൻ്റ് പോൾ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ മദർ തെരേസ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഇവർ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ശാരീരിക ശുശ്രൂഷ ചെയ്യേണ്ടത്. കാരുണ്യ പ്രവർത്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, അത് ലക്ഷ്യം വഹിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയാണ്. ആത്മാക്കളുടെ രക്ഷയില്ലാതെ, അതുകൊണ്ടാണ് വിശുദ്ധർ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ പരസ്നേഹ പ്രവൃത്തി ഒരാത്മാവിനെ രക്ഷിക്കുക.
അപ്പോൾ ശാരീരിക പ്രവർത്തികൾ നമ്മൾ അവോയ്ഡ് ചെയ്യല്ല, അത് നമ്മൾ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് എന്താണ്? മദർ തെരേസ പറഞ്ഞ പോലെ ഞാൻ ഒരു വ്യക്തിയിൽ ക്രിസ്തുവിനെയാണ് കാണുന്നത്, അവൻ്റെ ആത്മാവിനെയാണ് കാണുന്നത്. ആത്മാവിന് വേണ്ടി ശരീരത്തെ ഞാൻ ശുശ്രൂഷിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ കാരുണ്യ പ്രവൃത്തിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ആത്മരക്ഷയ്ക്ക് വേണ്ടി ശരീരത്തെ ഞാൻ ശുശ്രൂഷിക്കണം, ശരീരത്തെ ഞാൻ സഹായിക്കണം, സാമ്പത്തികമായിട്ട് സഹായിക്കണം, രോഗികളെ ശുശ്രൂഷ ചെയ്യണം. ഇതിൻ്റെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത് അതിൽ തന്നെ ഒതുങ്ങാതെ ഈ വ്യക്തിയെ നിത്യജീവനിലേക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ. മദർ തെരേസയുടെ ജീവിതത്തിൽ പലപ്പോഴും കാണുന്നുണ്ട്. മദർ തെരേസ ഒരു കുഞ്ഞിന് ഒരു പ്രാവശ്യം ഒരു കേക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, അങ്ങാണ് ദൈവം. കാരണം അവളിലൂടെ ആ കുഞ്ഞ് ദൈവത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ ചെയ്യേണ്ടതിൻ്റെ ലക്ഷ്യം ആത്മരക്ഷയാണ്. ആ ആത്മരക്ഷയ്ക്ക് വേണ്ടി നാം കാരുണ്യ പ്രവർത്തികളിലെ വ്യാപൃതരാകണം. അതിന് നമുക്ക് ആവശ്യമുള്ള സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. പക്ഷേ ലക്ഷ്യം ഇതാണ്, ആത്മരക്ഷയാണ്. അതിനോട് ചേർന്നാണ് രണ്ടും ഒരുമിച്ച് തന്നെ പോകേണ്ടതാണ്. ആത്മീയമായി ചിന്തിച്ചാൽ വലിയൊരു തീരുമാനം. രണ്ടുപേർക്കും ഉയർന്ന ജോലി, ഉയർന്ന ശമ്പളം, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഇത്രയും വലിയൊരു കുടുംബത്തിൻ്റെ അമ്മ എന്ന നിലയ്ക്കും 6 കുട്ടികളുടെ അമ്മ എന്ന നിലയ്ക്കും എങ്ങനെ ഭാവി ജീവിതത്തെ നോക്കിക്കാണുന്നു? വിവാഹത്തിന് ശേഷം ദൈവത്തോട് ചേർന്ന് ജീവിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വലിയ ബോധ്യമാണ് സ്ത്രീ മാതൃത്വത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നത്. 1 തിമോത്തിയോസ് 2:15 വചനം. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ രക്ഷ സംഭവിക്കുന്നത് മാതൃത്വത്തിലൂടെയാണ്. അപ്പം ഞാൻ ആ വചനം വിശ്വസിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ മക്കളെ ദാനമായി ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കാനും തീരുമാനിച്ചു. അതിലൂടെ എന്നിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി സമാധാനം, സന്തോഷം, ദൈവം എല്ലാ മേഖലകളിലും ഒത്തിരി അനുഗ്രഹങ്ങൾ, സമൃദ്ധി, സന്തോഷം അതെല്ലാം കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിന് വേണ്ടിയാണ് മക്കളെ വളർത്തേണ്ടതും ജീവിക്കേണ്ടതെന്നും. ആ ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ കുടുംബമായിട്ട് ദൈവത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഒന്നുമില്ലായ്മകളിൽ ദൈവം ഒത്തിരി ഓരോ കുഞ്ഞുണ്ടായപ്പോഴും ഞങ്ങൾക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ സമ്പത്തും എല്ലാ പ്രൊവിഷൻസും മക്കളിലും എല്ലാം വലിയ മാറ്റങ്ങൾ എല്ലാം ദൈവം തന്നെയാണ് തന്നെ. അപ്പോൾ ഭാവിയിലും ഒരമ്മ എന്ന നിലയിൽ എനിക്കതുകൊണ്ട് ആശങ്കയില്ല. ദൈവം ഇത്രത്തോളം നടത്തിയെങ്കിൽ ഇനിയും ദൈവം തന്നെ നടത്തും എന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യം. ദൈവത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ബാക്കിയെല്ലാം ദൈവം ചേർത്ത് തരും എന്ന് ആ വചനത്തിൽ വിശ്വസിച്ച് ഞാൻ ഈ വലിയ കുടുംബം അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ആ വലിയ കുടുംബത്തിൽ ദൈവം തന്നെ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുമെന്ന് ഉള്ള ആ വലിയ ദൈവത്തിലുള്ള വലിയ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇതിലിറങ്ങി തിരിച്ചത്. കഴിഞ്ഞ 11 വർഷം മുൻപ് കൊച്ചിയിലെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഇൻഷുറൻസ് വിഭാഗത്തിൽ സീനിയർ മാനേജറായി ജോലിയിൽ പ്രവേശിച്ച സിബിയോടൊപ്പം ലഭിച്ച ജോലി വേണ്ടെന്നുവച്ച് കുഞ്ഞുങ്ങളുടെ പരിചരണത്തിനായി ലിനറ്റ് വീട്ടിൽ നിൽക്കാൻ തീരുമാനമെടുത്തതും കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം നിറവേറ്റപ്പെടാനായിരുന്നു. എന്നാൽ ഇന്ന് 6 മക്കളുടെ മാതാപിതാക്കൾ ആയതിനുശേഷം നീണ്ട 11 വർഷത്തെ ബാങ്കിലെ സീനിയർ മാനേജർ പദവിയിലൂടെ കിട്ടുന്ന 70,000-ഓളം വരുന്ന ശമ്പളം ഉപേക്ഷിച്ച് മുഴുവൻ സമയവും ദൈവവേലയ്ക്കായി മാറ്റിവെക്കുക എന്ന ധീരമായ തീരുമാനമാണ് സിബിയും കുടുംബവും ഏറ്റെടുത്തിരിക്കുന്നത്. വലിയൊരു കുടുംബത്തിൻ്റെ നാഥനും നാഥയുമാണ്. നിങ്ങളുടെ ഈ തീരുമാനം നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സമൂഹം ഇവരെങ്ങനെ നോക്കിക്കാണുന്നു? ഞങ്ങളുടെ ബന്ധുക്കളും സമൂഹവും അടുത്തുള്ളവരൊക്കെ ആദ്യം എതിർത്തെങ്കിലും അവരുടെ അറിവില്ലായ്മയും ഭയവും മൂലമാണ് അവരെതിർത്തത്. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ മക്കളുടെ കാര്യത്തിലും സമ്പത്തിൻ്റെ കാര്യത്തിലും ഓരോ മേഖലകളിലും ദൈവത്തിൻ്റെ വലിയ ഇടപെടലും അനുഗ്രഹവും കണ്ടപ്പോൾ ഇന്ന് അവരെല്ലാം ഞങ്ങളുടെ കൂടെ തന്നെയാണ്. ഞങ്ങളെ ഒത്തിരി അവർ ബ്ലെസ് ചെയ്യും. ഞങ്ങളുടെ തീരുമാനം ശരിയാണെന്ന് തന്നെയാണ് അവരും ഇപ്പോൾ ഞങ്ങളോട് ചേർന്ന് തന്നെയാണ് അവരും നിൽക്കുന്നത്. എനിക്കിതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്,
എൻ്റെ ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാമത്തെ ഒരു കാര്യം എൻ്റെ ചാച്ചൻ്റെ ഭാഗത്തു നിന്ന് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ അനുഗ്രഹിക്കുക ചെയ്തു. കാരണം ദൈവം നിൻ്റെ കാര്യം നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് ലഭിച്ചു. എന്നാലും നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ഇപ്പോഴും വലിയ ഉത്കണ്ഠയുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും. എന്നാൽ ഈ നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, ദൈവത്തിൻ്റെ വലിയ കൃപ, ദൈവത്തിൻ്റെ വലിയ പ്രൊവിഷൻ, അതോടൊപ്പം തന്നെ ആത്മാക്കളുടെ രക്ഷ. ഞങ്ങൾ ഇന്നൊക്കെ ഒരുമിച്ച് ശുശ്രൂഷിക്കാനായിട്ട് പോകുന്നു. പലരും ഇതുപോലെ അണുകുടുംബങ്ങൾ വേണം എന്ന് പറഞ്ഞ് ഒരു മക്കളിൽ 2 മക്കളിലൊക്കെ നിർത്താൻ തീരുമാനിച്ചവർ ഞങ്ങളുടെ ജീവിതം കണ്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് അവർ സത്യത്തിലേക്ക് വന്നപ്പോൾ അനേകരിൽ മാറ്റം ഉണ്ടായി. പലരും റീകാനലൈസേഷൻ ചെയ്തു, പ്രസവം നിർത്തിയവർ റീകാനലൈസേഷൻ ചെയ്തു, ചില തീരുമാനങ്ങൾ പുനഃപരിശോധിച്ചു, ചില കുടുംബങ്ങൾ ഒന്നായി തീർന്നു. അങ്ങനെ അനേക നന്മകൾ സമൂഹത്തിൽ ഉണ്ടാകാൻ തുടങ്ങി. അപ്പം ഞങ്ങളെടുത്ത ഈ ഒരു തീരുമാനം യഥാർത്ഥത്തിൽ സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ കണ്ണുകൾ തുറപ്പിക്കുന്നതായി, അനേകം കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹമായി, അനേകം മക്കൾക്ക്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന, സംസാരിക്കാനായിട്ട് വരുന്ന അനേകം കുഞ്ഞുമക്കളുടെ പേരൻസിനെ കാണുമ്പോൾ അവരിലുണ്ടാകുന്ന സന്തോഷം ഞങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നു, സമൂഹം അനുഗ്രഹിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സമൂഹത്തിൽ ഇനീഷ്യലി ഉണ്ടായിരുന്ന ചെറുതെങ്കിലും ഉണ്ടായിരുന്ന ഒരു അജ്ഞതയുടെ സമയം കൊണ്ടുണ്ടായിരുന്ന ഒരു എതിർപ്പെന്ന് പറയാവുന്നൊരു കാര്യം ഇന്ന് അത് പറ്റെ മാറിയിരിക്കുന്നു. അവർക്ക് ഞങ്ങളൊരു അനുഗ്രഹമായി മാറി, ഞങ്ങളുടെ കുടുംബം ഒരു അനുഗ്രഹമായി മാറി. വിശ്വാസത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും അത് സാധിക്കാതെയും പോകുന്ന ഒരുപാട് യുവാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. എന്താണ് അവരോട് പറയാനുള്ളത്? ഒരു അമ്മയാണ് അനേകം തലമുറകൾക്ക് അടിസ്ഥാനമിടുന്നത്. അപ്പം അമ്മ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, മക്കളെ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയും ദൈവത്തിലേക്ക് മക്കളെ വളർത്തുകയും ചെയ്യുക ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ കുടുംബമായിട്ട് ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിന് കുടുംബമായിട്ട് ഇറങ്ങിത്തിരിക്കുക, മക്കളും ഭർത്താവും. അതുപോലെ തന്നെ ജീവിത പങ്കാളിയോട് ചേർന്ന്, അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് അതിനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കി കൊടുത്ത് കുടുംബമായിട്ട് സുവിശേഷ വേളയ്ക്ക് ഇറങ്ങണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ സമൂഹത്തോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. സമൂഹം ഉന്നയിക്കുന്ന വെല്ലുവിളികൾ, നമ്മളെ ഭയം യഥാർത്ഥത്തിൽ അസ്ഥാനത്താണ്. ദൈവത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഭയത്തിൽ നിന്ന് ആദ്യം നമുക്കൊരു വിമോചനം ഉണ്ടാകണം. പിന്നെ എങ്ങനെ ചെയ്യണമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവഹിതപ്രകാരം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാനൊക്കെ ഈ സുവിശേഷത്തിന് വേണ്ടി ഇപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ജോലി ചെയ്യുന്ന സമയത്തും രാവിലെ തൊട്ട് 6 മണി വരെ ജോലി ചെയ്യും. 6 മണിക്ക് ശേഷം ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളും. പിന്നെയും പിറ്റേ ദിവസം സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങും. ദെൻ സാറ്റർഡേ, സൺഡേസ്, ഹോളിഡേയ്സ്, ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഒരു കൾമിനേഷൻ. അപ്പം നേരത്തെ നമ്മൾ ഫുൾ ടൈമർ തന്നെയായിരുന്നു, ഒഫീഷ്യലി ആയത് ഇപ്പോഴാണെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യം വെച്ച്, ചെറിയ സാഹചര്യമാണെങ്കിലും ചെറിയ സാഹചര്യം വെച്ച് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുക. ദെൻ അതിന് ശേഷമാണ് ഇങ്ങനെ മാറേണ്ടത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക. ജീവിതത്തിൽ എല്ലാ മേഖലകളും ദൈവഹിതപ്രകാരമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പാപം ചെയ്യുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകം കുടുംബങ്ങൾക്ക്, സമൂഹങ്ങൾക്ക്, യുവജനങ്ങൾക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാ മനുഷ്യരും സത്യം അറിയണമെന്നുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകുക, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക. ദെൻ മൂന്നാമത്തെ കാര്യമാണ് ദൈവത്തിൻ്റെ സമയത്ത് ഇതിനു വേണ്ടി തീരുമാനമെടുക്കുക എന്നുള്ളത്. എല്ലാവരും കൂടെ പെട്ടെന്ന് ഇറങ്ങി മുഴുവൻ സമയം സുവിശേഷം പ്രഘോഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ദൈവത്തിൻ്റെ വിളിയാണെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങാം. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഒരു പ്രാർത്ഥനയും ജീവിതത്തിൻ്റെ സമർപ്പണവും കുടുംബമായിട്ടുള്ള സമർപ്പണവും മറ്റെല്ലാ മേഖലകളും ദൈവത്തിന് വേണ്ടി ദൈവഹിതമനുസരിച്ച് ക്രമീകരിക്കുന്ന ഒരു കാര്യവും ആദ്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വെല്ലുവിളി യഥാർത്ഥത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റിയായി മാറും. ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാനും കൃപ അനേകർക്ക് പകർന്നു കൊടുക്കാനും നമ്മളുടെ ജീവിതങ്ങൾ ലോകത്തിന് ഒരു അനുഗ്രഹമായി മാറാനും അതോടൊപ്പം നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറ്റാനുമുള്ള വലിയൊരു അനുഗ്രഹമായി ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഒരു ഉപകരണമായി, ഒരു അവസരമായി ഇത് മാറുമെന്നുള്ളതാണ്. അങ്ങനെ മാറാനുള്ള ഒരു ചങ്കൂറ്റം ഇന്നത്തെ തലമുറ കാണിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
ആത്മീയമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെങ്കിലും ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ത്യാഗം ചെയ്യുക, അതിലൂടെ ക്ലേശങ്ങൾ നേരിടുമ്പോഴാണ് ഓരോ യുവാവും യുവതിയും യഥാർത്ഥ ക്രിസ്തുമക്കളായി മാറുന്നത് എന്നതാണ് തൻ്റെ തീരുമാനത്തിലൂടെ സിബിയും കുടുംബവും ലോകത്തോട് പറയുന്നത്.